മഹാഗുരു ശരണം. ഇന്ന് 2025 ഏപ്രിൽ 24 വ്യാഴാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നലെ രാവിലെ എനിക്ക് വന്ന ഒരു മെസ്സേജാണ്. ഇന്നലെ രാവിലെയാണോ മിനിഞ്ഞാന്ന് വൈകിട്ടാണോ എന്നറിയില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ വിട്ടിരുന്നു കേട്ടോ. അത് ആത്മാക്കളെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ഒരു കാര്യം പറയാം, ഈ ആത്മാക്കളെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളും എൻ്റെ തോന്നലുകളും മാത്രമാണ്. അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് സാധാരണ പറയുന്ന പോലെ ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. എൻ്റെ ഗുരു പറഞ്ഞു തന്ന് അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഇത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, നമസ്കാരം സാർ, ഒരു സംശയം ചോദിക്കട്ടെ സാർ. അബാക് മീഡിയയിൽ ഒരു പ്രോഗ്രാം കണ്ടു, സാർ ഉൾപ്പെടെ അതിൽ ഉണ്ടായതുകൊണ്ടാണ് സാറിനോട് തന്നെ ചോദിക്കാമെന്ന് വെച്ചത്. ചോദ്യം ഇതാണ്: ഒരു ആത്മാവിന് മരിച്ചതിന് ശേഷമേ എനർജി ഉള്ളൂ? ആത്മാവ് ശരീരത്തിൽ ജീവിച്ചിരിക്കെ അതിന് എനർജി ഇല്ലേ? ഇത്രയധികം മനുഷ്യാത്മാക്കൾ ശരീരമെടുത്ത് ജീവിക്കുമ്പോൾ അതിനു മുകളിൽ തേങ്ങ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ആത്മാവ് തന്നെയല്ലേ ശരീരത്തിനകത്തും പ്രവർത്തിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഇതിനകത്ത് ചോദ്യം ഇതാണ്: ഒരു ആത്മാവിന് മരിച്ചതിന് ശേഷമേ എനർജി ഉള്ളൂ? അല്ല, ശരീരത്തിലുള്ളപ്പോഴും ആത്മാവിന് എനർജി ഉണ്ട് കേട്ടോ. പക്ഷേ ആ എനർജി എന്താണ്, ആ എനർജി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യേണ്ട. അതുപോലെ നമ്മൾ മെഡിറ്റേഷനോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ട്, സാധനങ്ങൾ ചെയ്തിട്ട് ആ എനർജി യൂസ് ചെയ്യാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കേട്ടോ. പിന്നെ ആത്മാവ് ശരീരത്തിൽ ജീവിച്ചിരിക്കെ അതിന് എനർജി ഇല്ലേ? തീർച്ചയായിട്ടും എനർജി ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ തേങ്ങ ഇതൊക്കെ ആകുന്നത് എനിക്ക് എനർജി ഉള്ളത് കൊണ്ടാണ് അത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ഗുരു പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന പല വിദ്യകൾ ദിവസവും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത്, അതിൻ്റെതായ മെഡിറ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അതുമല്ല, അത് കഴിഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു, അവർ വീട്ടിൽ ചെന്ന് ചിലരൊക്കെ നോക്കി, ഈ തേങ്ങ വെച്ച് നോക്കിയിട്ട് അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. കാര്യം അവരൊക്കെ ഏതെങ്കിലും ഒരു വാസനാ മാർഗങ്ങളിലുള്ളവരാണ് കേട്ടോ. അതും പറയാം. ഇത്രയധികം മനുഷ്യാത്മാക്കൾ ശരീരമെടുത്ത് ജീവിക്കുമ്പോൾ അതിനു മുകളിൽ തേങ്ങ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയധികം മനുഷ്യാത്മാക്കൾ ശരീരമെടുത്ത് ജീവിക്കുമ്പോൾ അതിനു മുകളിൽ തേങ്ങ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ആത്മാക്കളാണ് ശരീരം എടുക്കുന്നത്. അത് മനുഷ്യരിൽ വരാം, മൃഗങ്ങളിൽ വരാം. പക്ഷേ ഈ ആത്മാക്കളായ നമ്മൾ ഈ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. അത് നമ്മൾ ഒരു എനർജിയാണ് പ്രവർത്തിക്കണതെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന എത്ര പേരുണ്ട്? അതാണ് അതിൻ്റെ മറുപടി. ഇപ്പോൾ എത്രയോ പേര്, ഇപ്പോൾ നിസാരം ഞാൻ പറയാം, ജൂനാഗാഡയുടെ മഹാമണ്ഡലേശ്വരായ സ്വാമി ആനന്ദവൻ അല്ലേ, അദ്ദേഹം ജീവിതത്തിൽ പല തലത്തിലൂടെ കടന്നുപോയതാണ്. അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ അബാക്കിൽ വന്നിട്ടുണ്ട്, കാണുക. അദ്ദേഹം ഇപ്പൊ ഏത് തലത്തിൽ നിൽക്കുന്നു? കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഏത് തലത്തിൽ നിൽക്കുന്നു? അദ്ദേഹം ആ പവർ മനസ്സിലാക്കി. നമ്മൾ ഈ കാണുന്ന ശരീരമല്ല ഞാൻ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ തുടങ്ങും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കുറെ ബുക്കുകളിൽ പറഞ്ഞതും മാത്രമാണ് ശരിയെന്നും, നമ്മൾ എവിടെ വന്നെന്നോ ഈ ശരീരത്തിൽ വർക്ക് ചെയ്യുന്ന ഈ എനർജി, ഇപ്പൊ ഇലക്ട്രിസിറ്റി ആകുമ്പോൾ നമുക്കറിയാം, പോസ്റ്റിൽ നിന്ന് ലൈൻ എടുത്തിട്ടുണ്ട്, ആ കണക്ഷൻ ഇങ്ങോട്ട് വന്നിരിക്കണം, മെയിൻ സ്വിച്ച് ഉണ്ട്, അവിടെ നിന്ന് ഇത് വന്നിട്ടുണ്ടെന്ന് അത് ഊരുകയോ കുത്തുകയോ ചെയ്യുമ്പോൾ ആ കണക്ടിവിറ്റി കിട്ടുമെന്നറിയാം. പക്ഷെ ഇതിൽ എപ്പോൾ എങ്ങനെ കണക്ടിവിറ്റി വരുന്നെന്നോ, എങ്ങനെ ഈ കണക്ടിവിറ്റി പോകുന്നെന്നോ, ആ പോയി കഴിഞ്ഞാലുള്ള എനർജി എവിടെയാണെന്ന് നമുക്കറിയില്ല. നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ തുടങ്ങും. എൻ്റെ അറിവാണ് ഇത് പറയുന്നത് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ആത്മാവ് തന്നെയല്ലേ ശരീരത്തിനകത്തും പ്രവർത്തിക്കുന്നത്? ആത്മാവ് ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നില്ല. ശരീരത്തിനകത്ത് ആത്മാവില്ല, മനസ്സുമില്ല. എൻ്റെ അറിവ് വെച്ച് പറയുകയാണ്. ആത്മാവിൻ്റെ ഒരു ചെറിയ തലം മാത്രമേ നമ്മളിൽ പ്രവർത്തിക്കുന്നുള്ളൂ. മാക്സിമം ഒരു 50% എന്ന് പറയാം. അതിൽ കൂടുതലൊക്കെ ഇതിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്നുകൂടി സ്പിരിച്വലി ഹൈ എനർജി ഉള്ള ആൾക്കാരായിരിക്കും. അത് എൻലൈറ്റഡ് തലത്തിലേക്ക് പോകുന്നവർക്ക് കൂടുതൽ പെർസെൻറ്റേജ് പ്രവർത്തിക്കും. നമ്മൾ നോക്കിയാൽ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ പോട്ടെ, അതിൽ 7-8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നു. ബാക്കി 16 മണിക്കൂർ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കൊരു ഡയറി എഴുതാൻ സാധിക്കുമോ? 16 മണിക്കൂർ. ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെ രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് ഞാൻ ഡയറി എഴുതുന്നതാണ്. അതിലെ മെയിൻ കാര്യങ്ങളെ എഴുതാൻ പറ്റുള്ളൂ. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എന്ത് ഉപാസന ചെയ്തു, പക്ഷെ ആ സമയത്ത് എന്തൊക്കെയാണ് ഞാൻ ജപിച്ചത്, അല്ലെ എത്ര നേരം ഞാൻ ഉപാസന ചെയ്തു, ഇത് എഴുതാൻ പറ്റുകയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഉള്ളിലില്ലാത്ത സാധനം ഉള്ളിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അത്
ഒരു എന്താണ് ഏതെങ്കിലും ശാസ്ത്രീയ ഉപകരണം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവം വെച്ചാൽ ഞാൻ പറയണേ, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലില്ല. എൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണവും എൻ്റെ ശരീരത്തിൻ്റെ ഓറയിലില്ല. അതെനിക്കറിയാം. ഒരു കുറച്ച് ശതമാനം 50% ഉണ്ടോയെന്ന് പോലും സംശയമാണ്. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. എൻ്റെ അനുഭവം അതാണ്. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആത്മാക്കളുടെ കാര്യം പറയുമ്പോഴേ, ഇന്നലെ ഒന്ന് കൊച്ചിയിൽ പോകേണ്ടി വന്നു. കൊച്ചി പോകേണ്ടി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി. ഈ കുട്ടിയുടെ അപ്പൂപ്പൻ മരിച്ചു. അമ്മയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ, അപ്പോൾ അമ്മ ജോലി സംബന്ധമായിട്ട് കൊച്ചിയിൽ താമസിക്കുക. ഇവരുടെ നാട് വേറൊരു സ്ഥലത്താണ്. ഈ അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം ഈ കുട്ടി എവിടെയെങ്കിലും ഒക്കെ നോക്കി താത്താന്ന് നോക്കി കരയും. അപ്പോൾ ഇതിൽ സംസാരം ഒന്നും വന്നിട്ടില്ല. തീരെ ചെറിയ, ഒരു വയസ്സായോ എന്നറിയില്ല. കാര്യം എപ്പോഴും ഒക്കത്തെടുത്തോണ്ടാണ് നടക്കുന്നത് കുട്ടീനെ. എന്താണ് ഇത് മിന്തി പോകാറായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഇവൻ ഏതെങ്കിലും ഭാഗത്തൊക്കെ താത്ത നോക്കിയിട്ട് ഈ കുട്ടി കരയും. അപ്പോൾ വേറെ ഒന്നും അമ്മ ഒന്നും ഇത് സംസാരിക്കുന്നില്ല എന്ന് തോന്നും. തീരെ ചെറിയ കുട്ടി. അപ്പോൾ ഇന്നലെ രാവിലെ തൊട്ട് ഇങ്ങനെ കരച്ചിലാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു പ്രത്യേക റൂമിൽ അവന് പോകണം. അപ്പോൾ ഈ റൂം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ അപ്പൂപ്പൻ ലാസ്റ്റ്, എനിക്ക് തോന്നാൻ 4-5 മാസമായി കാണും അപ്പൂപ്പൻ്റെ ദേഹവിയോഗം നടന്നിട്ട്. അതിനു മുമ്പ് 1-2 ആഴ്ച വന്ന് അവിടെ താമസിച്ച റൂമിലാണ്. അപ്പൂപ്പനുള്ള റൂമിൽ ഇവൻ എപ്പോഴും പോകും ഇതിന് ശേഷം. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇന്നലെ തേങ്ങ വെച്ച് അവിടെ എനർജി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി കണ്ടു. അപ്പോൾ ഈ എനർജി കാണുമ്പോൾ അവർക്ക് കൂടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ എനർജി കാണാൻ പറ്റുള്ളൂ. എൻ്റെ വിശ്വാസം അതാണ്. കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആദ്യമേ നോക്കുമ്പോൾ കണ്ടു, പിന്നെ നോക്കുമ്പോൾ പതുക്കെ കണ്ടു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, മകനുണ്ട്, പിന്നെ എന്നെ വിളിച്ച ആളുണ്ട്. അപ്പോൾ ആദ്യമേ ഞാൻ കയറുമ്പോൾ എന്നെ വിളിച്ച ആൾ കാണുന്നുണ്ട്. തേങ്ങ ഇതായി പെട്ടെന്ന് തന്നെ തേങ്ങ മറിയുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ മകൻ കണ്ടില്ല, ഭാര്യ കണ്ടില്ല. അങ്ങനെ ആകുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നണം. അപ്പോൾ അത്ര പെട്ടെന്ന് അത് ഇതാകുന്നില്ല. പിന്നെ പതുക്കെ എനിക്ക് അതിൻ്റെ പുള്ളിക്കയുടെ അനിഷ്ടം എൻ്റെ ബോഡിയിൽ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീര ആകാരം ചോദിച്ചു, ഇന്ന രീതിയിലാണോ ഇദ്ദേഹത്തിൻ്റെ ആകാരം എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച ആൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിക്ക് ചെറുതായിട്ടൊരു ഇത് പറഞ്ഞ് പിന്നെ ആ കുട്ടി കരച്ചിൽ നിർത്തി. കാര്യം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ കുട്ടീനെ നോക്കുന്ന ആൾ എടുത്തോണ്ട്, വേറെ ആരുടെ അടുത്തും പോകുന്നില്ല. ആ കുട്ടി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ എൻ്റെ കോലം കണ്ടില്ലേ, എൻ്റെ അടുത്തുനിന്ന് ഇവൻ ആരുടെ അടുത്തും പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കരച്ചിലും മാറി, ഇതും ശരിയായി എന്ന് പറഞ്ഞു. അപ്പോൾ പല കാര്യങ്ങളും ഈ ആത്മാക്കളുടെ കാര്യത്തിൽ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുട്ടുവിൻ്റെ കാര്യത്തിൽ നമ്മുടെ ശ്രീ രോഹിത് സാറിൻ്റെ ഇതിന് താഴെ വന്ന് കുറേയധികം കമൻറ്റ് എഴുതുന്നുണ്ട്. അതിൽ ചിലർ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഇതൊക്കെ ഓവർ ഇത് കാണിക്കണത്. എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ എഴുതണതെന്ന് എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിൽ പോയി ഇറങ്ങി 15 മിനിറ്റിനുള്ളിൽ എന്നെ കോണ്ടാക്ട് ചെയ്തതാണ്. മനസ്സിലായി? 15 മിനിറ്റിനുള്ളിൽ. ആ സമയത്ത് പോയ 4 പേരുടെയും ഫോട്ടോ എനിക്ക് അയച്ചത്. അതിലെ ഒരാളെ, അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ രോഹിത് സാറ് ഒന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി, ആ തമിഴ്നാട്ടിലൊക്കെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ ബ്ലസ് ചെയ്തതല്ല, അദ്ദേഹത്തിന് ചെറിയ ഇതുണ്ടായിട്ട് ബ്ലസ് ചെയ്ത. ഈ പറയുന്ന കുട്ടു എന്ന് പറയുന്ന ആത്മാവ് അത് പരീക്ഷിക്കാൻ അവിടെ പോകുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. മനസ്സിലായോ? അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ പോകുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാനിത് പറയുകയാണ്, എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഞാനിത് ഇടുന്ന പോലും രോഹിത് സാർ ഇന്നലെ കമൻ്റ് ഇട്ട്, ഞാൻ കാണുന്നുണ്ട്. ഞാനപ്പോൾ പറഞ്ഞായിരുന്നു, രോഹിത് സാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ആദ്യം പോയപ്പോൾ ഒരു പക്ഷേ തോന്നിക്കാണും പരീക്ഷിക്കാനാണ് പോയതെന്ന് തോന്നിക്കാണും. പക്ഷേ ഇപ്പോൾ അവർ ചങ്ക് ബ്രോസാണ്. രോഹിത് സാറും ആ കുട്ടുവിൻ്റെ ഇതും ചങ്ക ബ്രോസാണ്. അതെനിക്കറിയാം. ഞാനിത് പറയുമ്പോഴൊക്കെ രോഹിത് സാറിന് എന്ത് അനുഭവങ്ങൾ വരുന്നു എന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് പറയണം, അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടില്ല. കാര്യം ഫോൺ വിളിച്ചോ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങൾ വന്നിട്ട് ഇത് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷെ വളരെയധികം ആൾക്കാർക്ക്, ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വന്ന കോള് വെച്ച് എത്ര 1000 ആൾക്കാർക്കാണ് ഈ ആത്മാവുണ്ട്, ഇത് എത്ര ഒരു ശുഭാപ്തി വിശ്വാസം വന്നിരിക്കണമെന്നറിയാമോ? മനസ്സിലായി? അദ്ദേഹം രോഹിത് സാറ് അല്ലെങ്കിൽ അവർ കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് ഇവർക്ക് അറിയാവോ? ഈ കമൻ്റ് എഴുതുന്നവർക്ക് ഏതൊക്കെ അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയി. പിന്നെ പാരാസൈക്കോളജിസ്റ്റ്, പ്രശസ്തനായ പാരാസൈക്കോളജിസ്റ്റിനെ അവിടെ കൊണ്ടുപോയിട്ട് ആ വീഡിയോ ചെയ്ത്, അതുകൂടാണ്ട് പിന്നെ വേറൊരാൾ അവിടെ പോയി. അപ്പം ഈ ഓരോരുത്തരും പോയി കഴിയുമ്പോഴും ഈ കുട്ടുവിന് ഇത് കിട്ടും, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കും. മനസ്സിലായോ? രോഹിത് സാറിന് കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. മനസ്സിലായി? എന്തൊക്കെ ഇതാണെന്നറിയാം. ഒന്ന്, കുട്ടുവിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട്, കുട്ടുവിന് ആഗ്രഹമില്ലാണ്ട് കുട്ടുവിൻ്റെ എനർജി മനസ്സിലാക്കാൻ പറ്റില്ല.
ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഏത് സോളിൻ്റെ ആണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ അതുപോലെ മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ചെയ്യുമ്പോൾ അവർക്ക് 8ന്റെ പണി കിട്ടും. ഇപ്പോൾ നമ്മുടെ മുൻ DGP ഒരു അനുഭവം പറയുന്നുണ്ട്. കാര്യം ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ട് ആ ആളുടെ ആ ആളെ കൊല ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ 2 ഇതുപോലത്തെ ഇത് യൂസ് ചെയ്യുന്നവരെ കൊണ്ടുവന്നു. അവരൊരു ഈർക്കിൽ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരാളുടെ ശരീരത്തിലോ ആത്മാവ് വരികയും ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ വരുത്താനായിട്ട് ഈർക്കിൽ പല രീതിയിലൊക്കെ ഇവർ വളച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആളുടെ ശരീരം അതുപോലെയൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ ഒരു പീഡനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർ പ്രതികരിക്കും. അവർ ബലപ്രയോഗത്തിലൂടെ ഒരാൾ വന്ന് ഇത് ചെയ്തിട്ട് അയാളെ കീഴ്പ്പെട്ടെല്ലാം ചെയ്യുമെങ്കിൽ തന്നെയും പിന്നെ അവർ സ്വതന്ത്രരാകുമ്പോൾ അവർ കൊടുക്കേണ്ട 8ന്റെ പണി അവർ കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ശരീരത്തിൻ്റെ പരിമിതികളില്ല. ഇപ്പം നമുക്ക് എവിടെയടുത്ത് സഞ്ചരിക്കണമെങ്കിലും ഒന്ന് ചാടണമെങ്കിലും ഒന്ന് പറക്കണമെങ്കിലും നമുക്ക് ശരീരത്തിൻ്റെ പരിമിതികളുണ്ട്. അവർക്ക് ശരീരത്തിൻ്റെ പരിമിതികളില്ല. അതിൻ്റെ തന്നെ പോസിറ്റീവ് അല്ലായ്മയുണ്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ആൾക്കാരിലേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ഇവരെ കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല. ഇവരുടെ എനർജി അറിയാം. ചില കാര്യങ്ങൾ നമുക്ക് ഇൻഡ്യൂഷൻ അല്ല, കുറച്ച് കാര്യങ്ങൾ കിട്ടും. അത് എന്താണെന്നറിയില്ല, ഒരുപക്ഷെ എൻ്റെ തോന്നലുകളാകാം. ഞാൻ അതും പറയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആത്മാക്കളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ കമൻ്റ് ഇടുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വാധീനം ചെലുത്തുന്ന മനസ്സിനെയാണ്. ഈ കമൻ്റ് ഇടുന്നവരുടെ മനസ്സിനെയും ഇവർക്ക് സ്വാധീനം ചെലുത്താൻ വലിയ സമയം വേണ്ട. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. കാര്യം കുട്ടുവിൻ്റെ ആത്മാവ് ഒരു ഡിവൈൻ പവറാണ്. എത്രയോ ജനലക്ഷങ്ങൾക്ക് ഒരു തിരിച്ചറിവ് നൽകാനായിട്ടാണ് ആ ആത്മാവ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതും ഇപ്പോൾ അബാക് മീഡിയയിൽ വന്നിരിക്കുന്നതും. അതുപോലെ ആ പ്രോഗ്രാം ഇപ്പോൾ അവിടെ 250 പേര് അതോ മാക്സിമം 300 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് 3 കോടി ആളുകളെങ്കിലും കാണും ആ പ്രോഗ്രാം. പ്രത്യേകിച്ച് ആ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ ഇത് വരുമ്പോൾ 3 കോടി ആളുകളിലേക്കെങ്കിലും അതെത്തും. അപ്പോൾ അതൊക്കെ ആ ആത്മാവ് കുറേ കാര്യങ്ങൾ സമൂഹത്തിനെ അറിയിക്കാനാണ്. മനസ്സിലായത്? നമ്മൾ ഇതിലൊന്നും വിശ്വസിക്കാത്ത അവസ്ഥയിൽ കുറേ കാര്യങ്ങൾ ഈ സമൂഹത്തിനെ അറിയിക്കാനായിട്ടാണ് ആത്മാവ് ആഗ്രഹിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി? അത് തീർച്ചയായിട്ടും ശ്രീ രോഹിത് സാർ എഴുതുന്ന ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്, അതാണ് പേരെന്ന് തോന്നുന്നു, അതിലൂടെ പുറത്തു വരും. സംശയമൊന്നുമില്ല. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം. പക്ഷേ സ്ഥൂല ശരീരത്തിലുള്ളവരെ വിമർശിച്ചോളൂ. പക്ഷേ ആത്മാവിൻ്റെ അവർ ഏതാണ് ഇപ്പോൾ എനിക്ക് തന്ന ചോദ്യത്തിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കണ്ണു തുറന്നാൽ മാത്രമേ എന്തെങ്കിലും കാണുകയുള്ളൂ, ചെവി ശ്രദ്ധിച്ചാൽ മാത്രമേ ചെവിയിലൂടെ എന്തെങ്കിലും കേൾക്കുകയുള്ളൂ. ഇപ്പോൾ കുറേ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അതിലെനിക്ക് വേണ്ട സൗണ്ടിലേക്ക് ഞാൻ ചെവി ഓർക്കും, അല്ലേ? അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ. മണവും അതുപോലെ, എനിക്ക് ഹിതകരമല്ലാത്ത മണം വന്നാൽ ഞാൻ മൂക്ക് കുത്തും. ഇതുപോലെ തന്നെ ഈ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ആ ഒരിതില്ല. അവർ ഈ ശരീരം എന്നുള്ള ഒരു പ്രതിബന്ധം അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ ദൈവം എന്ന ശക്തിയെ നേരിട്ട് കാണാൻ, ജ്യോതി രൂപത്തിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് ആത്മാക്കൾ. എല്ലാ ആത്മാക്കളെന്ന് പറയുന്നില്ല, ഡിവൈൻ പ്യൂരിഫൈഡ് സോൾസിന് അത് തീർച്ചയായിട്ടും സാധിക്കും. മനസ്സിലായി? പ്യൂരിഫൈഡ് കുട്ടുവൊക്കെ പ്യൂരിഫൈഡ് സോളാണ്. അതിൽ പറയുന്നുണ്ട് എത്രയോ ദിവസം നിർമ്മാല്യം തൊഴുതു. ഇന്നലെ ആ കുട്ടുവിനെ അബാക് മീഡിയയിൽ എത്തിച്ച ആളുടെ ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് കണ്ടില്ല, ഇന്നലെ രാത്രിയായി വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ അത് ഇന്ന് കാണണം. അതിനു മുമ്പ് വീഡിയോ ഇടാമെന്നാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയാനാണ് കുട്ടുവിൻ്റെ ആത്മാവ് ഇനി ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ ബുക്കിലൂടെ വരാം. അത് ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം അതൊരു ബുക്ക് ഇതാകാനായിട്ട് ബുക്ക് വരാനുള്ള ടെക്നിക്കാണെന്നൊക്കെ പറയാം. സത്യം എന്താണെന്ന് ദൈവത്തിനറിയാം, കുട്ടുവിൻ്റെ ആത്മാവിനറിയാം, കുറച്ചൊക്കെ എനിക്കറിയാം, രോഹിത് സാറിനും അറിയാം. അദ്ദേഹത്തിനൊരു ബുക്ക് ഇറക്കാനോ മാർക്കറ്റിംഗ് ഇറക്കാനോ വലിയ ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അബാക് മീഡിയയും അതിനോടനുബന്ധിച്ച് വേറെ 3-4 ചാനലും ഭംഗിയായിട്ട് അത് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം നടത്തിക്കൊണ്ടുപോകുന്നത്. മനസ്സിലായത്? അപ്പം അതിനുള്ള കഴിവ് ഈ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൊട്ടാരക്കര ഗണപതിയുടെ നാട്ടുകാരനാണ് അദ്ദേഹം. മനസ്സിലായ? അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ദൈവം മനസ്സിലാക്കും. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല, പരോക്ഷമായിട്ട് കുറേയധികം കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും
എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടമെല്ലാം നടക്കാനും ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സോ ഉദ്യോഗത്തിലോ ഉത്തരോത്തരം വരുമാന വർധനം ഉണ്ടാകാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ഉന്നത വിജയവും അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് ഓരോ കുലത്തിൻ്റെയും സംസ്കാരമനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനും എല്ലാവരുടെയും ജീവിതത്തിൽ അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ, കുട്ടികളും മുതിർന്നവരും ചെയ്യുന്ന യാത്രകളാകട്ടെ, അതുപോലെ ഓരോരുത്തരും കുടുംബപരമായോ ഉദ്യോഗപരമായോ അല്ലെങ്കിൽ പഠനാവശ്യമായോ ചെയ്യുന്ന വിനോദയാത്ര, തീർത്ഥയാത്രകളിലുമെല്ലാം അവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കാനും അതുപോലെ തന്നെ എല്ലാവരുടെയും കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി ഉണ്ടാകുവാനും എല്ലാവരുടെയും കുലദേവത, കുടുംബദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവദാ സർവത്ര ദൈവീകമായ പോസിറ്റീവായ കാര്യങ്ങൾ മനസ വാച കർമ്മണ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനും അത് മിനിമം 100 മേനി 100 ടൈംസ് റിട്ടേൺ കിട്ടുവാനും എൻ്റെ ഗുരുപരമ്പരകളോട് ഉപാസനാമൂർത്തികളോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ് അപ്പൈ.